പവിത്രം സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. വേദയുടെ അച്ഛനെയും ദീപ്തിയെയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നത്. ദീപ്തി അച്ഛന് ചായ കൊണ്ടുവന്ന് കൊടുക്കുന്നു. അവളോട് അച്ഛൻ അവിടെ ഇരിക്കാൻ പറയുന്നു. എന്നിട്ട് കല്യാണകാര്യത്തെക്കുറിച്ച് പറയുന്നു. എനിക്ക് ഇപ്പോൾ കല്യാണം വേണ്ട എന്ന് അവൾ പറയുന്നു. അച്ഛനും അമ്മയും ഏട്ടനും അവളോട് അതുതന്നെ സംസാരിക്കുന്നു. നീ ആരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോ എന്നൊക്കെ അമ്മ ചോദിക്കുന്നു. ഒരുത്തി ഉണ്ടാക്കി വെച്ച നാണക്കേടിൻ്റെ കൂടെ നീ എന്തെങ്കിലും വരുത്തി വെച്ചാലുണ്ടല്ലോ എന്ന് ശ്രീകാന്ത് പറയുന്നു. അവൾ അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് അച്ഛൻ പറയുന്നു. അവൾ അതിന് സമ്മതിക്കുന്നില്ല. അവളോട് പോവാൻ പറയുന്നു. അവൾ പോവാൻ തുടങ്ങുമ്പോൾ വേദ എന്തിനാ ഇവിടെ വന്നത് എന്ന് ദീപ്തിയോട് ചോദിക്കുന്നു. വെറുതെ വന്നതാ എന്ന് അവൾ പറയുന്നു. നിന്റെ എന്തെങ്കിലും രഹസ്യം അറിഞ്ഞിട്ടാണോ വന്നത് എന്ന് അച്ഛൻ ചോദിക്കുന്നു. അയ്യോ അല്ല അച്ഛാ എന്ന് ദീപ്തി പറയുന്നു. അഥവാ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മുളയിലെ നുള്ളിക്കോ എന്ന് അച്ഛൻ അവളോട് പറയുന്നു. പിന്നെ അവൾ റൂമിലേക്ക് പോകുന്നു. പിന്നെ ദീപ്തി പഴയ കാര്യങ്ങൾ ഓർക്കുന്നതാണ് കാണിക്കുന്നത്. വരുൺ ആശുപത്രിയിൽ കിടക്കുന്നു. ഡോക്ടറും ദീപ്തിയും അവിടേക്ക് വരുന്നു. ഡോക്ടർ ദീപ്തിയെ വരുണിന് പരിചയപ്പെടുത്തി കൊടുക്കുന്നു. ദീപ്തി അവിടേക്ക് ഇന്റേൺഷിപ്പിന് വന്നതാ, വരുണിന് വേണമെങ്കിൽ സംസാരിക്കാം എന്ന് ഡോക്ടർ പറഞ്ഞു. ദീപ്തി വരുണിനോട് സംസാരിക്കുന്നു. അതിനൊന്നും മറുപടി വരുൺ പറയുന്നില്ല. പിന്നെ അവൾ അവിടെ നിന്ന് പുറത്തേക്ക് പോകുന്നു. ദീപ്തിയോട് ഡോക്ടർ പറയുന്നു, കുട്ടി വിചാരിക്കുന്നത് പോലെ ആളൊരു ചെറിയ പുള്ളിയൊന്നുമല്ല. ഒരു അടിപിടി കേസിലാണ് ഇവിടെ അഡ്മിറ്റ് ചെയ്തത്. അടിയെന്ന് പറയുമ്പോൾ മരിക്കാറായ അവസ്ഥയിൽ ഒരു ഗുണ്ടയുമായുള്ള അടിപിടി കേസിൽ. വിക്രം എന്നോ മറ്റോ ആണ് അയാളുടെ പേര്. ഒരു പെൺകുട്ടിയെ റേപ്പ് ചെയ്ത കേസിലാണ് ഇവനെ ഇവിടെ അഡ്മിറ്റ് ആക്കിയത്. അവൻ ചെയ്ത കാര്യങ്ങളൊക്കെ അവനെ ഇപ്പോൾ വല്ലാതെ വേട്ടയാടുന്നുണ്ട് എന്നൊക്കെ ദീപ്തിയോട് പറയുന്നു. അതൊക്കെ കേട്ട് വീണ്ടും വരുണിനോട് സംസാരിക്കാൻ ദീപ്തി അകത്തേക്ക് പോകുന്നു. അവനെ വിളിക്കുന്നു. ഞാൻ വരുണിനെ സഹായിക്കേണ്ടതുണ്ടോ എന്ന് ദീപ്തി ചോദിക്കുന്നു. ജീവിതം അവസാനിപ്പിക്കുന്നതിനെ കുറിച്ചാ വരുൺ എപ്പോഴും ആലോചിക്കുന്നത് എന്ന് ഡോക്ടർ പറഞ്ഞു എന്ന് ദീപ്തി പറഞ്ഞു. അത് ഞാൻ ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് ചെയ്യും എന്ന് വരുൺ പറയുന്നു. അങ്ങനെ ചെയ്താൽ വരുണിന് ആശ്വാസം കിട്ടോ എന്ന് ദീപ്തി ചോദിക്കുന്നു. കുറേ പേർക്ക് സന്തോഷം കിട്ടും, പ്രത്യേകിച്ച് അവൾക്ക് എന്ന് അവൻ പറയുന്നു. ആ കുട്ടിയോട് സോറി പറയാതെ വരുണിന്റെ ജീവിതം അവസാനിപ്പിച്ചാൽ വരുണിന്റെ ആത്മാവിന് സമാധാനം കിട്ടും എന്ന് തോന്നുന്നുണ്ടോ? ആ കുട്ടിയോട് ഒരു സോറി പറയാൻ ഞാൻ വരുണിനെ സഹായിക്കട്ടെ എന്ന് ദീപ്തി വരുണിനോട് ചോദിക്കുന്നു. വരുൺ അതിന് സമ്മതിക്കുന്നു. പിറ്റേ ദിവസം അവൾ വരുണിന്റെ അടുത്തേക്ക് വരുന്നു. വരുണിന് ആ കുട്ടിയോട് താങ്ക്സ് പറയാൻ കുറച്ചുകൂടി കാത്തിരിക്കേണ്ടി വരും എന്ന് ദീപ്തി പറയുന്നു. അത്രയും കാലം കൂടി വരുണിന് ആയുസ്സുണ്ടെന്ന് അർത്ഥം. സാരമില്ല, ഒരാളോട് സോറി പറയാൻ വേണ്ടി കുറച്ചു കാലം കൂടി കാത്തിരിക്കുക എന്ന് പറയുന്നത് ഒരു സുഖമുള്ള കാര്യമല്ലേ എന്ന് ദീപ്തി പറയുന്നു. അപ്പോൾ വരുൺ ചിരിക്കുന്നു. മുഖത്തൊരു ചിരിയുണ്ടല്ലോ എന്ന് ദീപ്തി പറയുന്നു. അങ്ങനെ അവൾ കുറേ സംസാരിക്കുന്നു. അവൻ അവളെ തന്നെ നോക്കി നിൽക്കുന്നു. ഞാൻ പറയുന്നത് കേട്ടിരിക്കല്ലാതെ ഉള്ളിലോട്ട് എന്തെങ്കിലും കയറുന്നുണ്ടോ എന്ന് അവൾ ചോദിക്കുന്നു. ആ എന്ന് വരുൺ പറഞ്ഞു. പിറ്റേ ദിവസം വീണ്ടും ദീപ്തി അവിടേക്ക് വരുന്നു. സോറി അരുൺ, അവളോട് സോറി പറയാൻ കുറച്ചുകൂടി സമയം കാത്തു നിൽക്കേണ്ടി വരും എന്ന് പറയുന്നു. അവൾ ഒരു ബൊക്കയുമായിട്ടാണ് വന്നത്. വരുണിന്റെ ബർത്ത്ഡേ ആണ്. ബർത്ത്ഡേ വിഷസ് പറഞ്ഞുകൊണ്ട് അവൾ ആ പൂച്ചെണ്ട് കൊടുക്കുന്നു. അവൻ താങ്ക്സ് പറയുന്നു. എന്നോട് വരുൺ പറയുന്ന ഫസ്റ്റ് വേർഡാണ് താങ്ക് യു എന്ന് ദീപ്തി പറയുന്നു. വരുൺ ഇപ്പോൾ എന്നോട് പറഞ്ഞതും ആ കുട്ടിയോട് പറയാൻ കാത്തിരിക്കുന്നതുമായിട്ടുള്ള 2 വാക്കുകളുടെ വാല്യൂ അറിഞ്ഞിട്ടുണ്ടോ? ശരിക്കും ഒരു മനുഷ്യൻ ഈ 2 വാക്കുകളുടെ വാല്യൂ എന്താണെന്ന് മനസ്സിലാക്കിയാൽ മതി. താങ്ക് യു, സോറി, ക്ഷമ ചോദിക്കാനും നന്ദി പറയാനും കഴിഞ്ഞാൽ ഒരു മനുഷ്യന്റെ ജീവിതം മനോഹരമാക്കും. അത് പക്ഷേ ആത്മാർത്ഥമായിട്ടായിരിക്കണം എന്ന് മാത്രം എന്ന് അവൾ പറഞ്ഞു. അങ്ങനെ അവൾ സംസാരിക്കുന്നത് കുറേ നേരം അവൻ നോക്കി നിൽക്കുന്നു. നിങ്ങളെ കേട്ടിരിക്കാൻ നല്ല രസമുണ്ട്, നാളെയും വരുമോ എന്ന് വരുൺ ചോദിക്കുന്നു. എന്ന് വെച്ചാൽ ജീവിച്ചിരിക്കാൻ ഒരു കാരണമുണ്ട് എന്ന് ദീപ്തി പറയുന്നു. ഇതൊക്കെ ദീപ്തി കഴിഞ്ഞുപോയ കാര്യങ്ങൾ ആലോചിക്കുകയായിരുന്നു. പിന്നെ കാണിക്കുന്നത് ശ്രീജ കണക്കുകൾ എഴുതുന്നതാണ്. അവിടേക്ക് വിശ്വന് വരുന്നു. അവൾ ബിസിനസ്സിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നു. എല്ലാം വേദയുടെ നല്ല മനസ്സ് എന്ന് വിശ്വൻ പറയുന്നു. ദീപ്തിയുടെ കാര്യവും അവർ സംസാരിക്കുന്നു. നമുക്ക് ദീപ്തിയെ ഒന്ന് കണ്ട് സംസാരിച്ചാലോ എന്ന് ശ്രീജ പറയുന്നു. കോളേജിന്റെ ബസ് സ്റ്റോപ്പിൽ വെച്ച് കാണാം എന്ന് തീരുമാനിക്കുന്നു. പിന്നെ കാണിക്കുന്നത് വിക്രമിനെയാണ്. അവിടേക്ക് വേദ വരുന്നു. ഞാൻ നിന്നെ കാത്തിരിക്കുകയായിരുന്നു എന്ന് വിക്രം പറഞ്ഞു. ഒന്ന് കണ്ട് ഗുഡ് നൈറ്റ് പറഞ്ഞില്ലെങ്കിൽ ഉറക്കം വരില്ല എന്നുണ്ടോ എന്ന് വേദ ചോദിക്കുന്നു. ദേ മാലയിട്ടു പോയി, അല്ലെങ്കിൽ ഇതിന്റെ മറുപടി ഞാൻ തന്നേനെ എന്ന് വിക്രം പറയുന്നു. അതാണല്ലേ എൻ്റെ ധൈര്യം. ഇനി പറഞ്ഞോളിം, എന്തിനാ കാത്തിരിക്കുന്നത്? പറയേണ്ടത് നീയാണല്ലോ വീട്ടിൽ പോയത് എന്ന് വിക്രം പറയുന്നു. അവൾ അതിൽ നിന്നും പിന്മാറില്ല. അവർ ദീപ്തിയെയും വരുണിനെയും കുറിച്ച് സംസാരിക്കുന്നു. അവൾ അതിൽ നിന്നും പിന്മാറിയില്ലെങ്കിൽ അവനെ അതിൽ നിന്നും പിന്മാറ്റണം എന്ന് വിക്രം പറയുന്നു. അവരെ പിരിക്കാൻ വേറെ മാർഗമുണ്ട്, നീ അറിയണ്ട. അതിനൊക്കെ നീ ശ്രീനി സാറിന്റെ കേസിൽ നിന്നും നീ പിന്മാറണം എന്ന് വിക്രം പറയുന്നു. ഞാൻ പിന്മാറില്ല എന്ന് വേദയും പറയുന്നു. നീ എൻ്റെ ഭാര്യ ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്ന് വിക്രം പറയുന്നു. വിക്രം സ്വാമിക്ക് ഇപ്പോൾ ആ തോന്നൽ ഉണ്ടോ? ആ പദവിക്ക് അത്ര വില കൽപ്പിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് ആദ്യം ചെയ്യണം. ശ്രീകാര്യം ശ്രീനിവാസനുമായുള്ള ബന്ധം ആദ്യം ഒഴിവാക്ക് എന്ന് വേദ പറയുന്നു. വിക്രമിനെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ
സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.